നിലമ്പൂരിൽ പി.വി. അൻവർ മത്സരിക്കാനുള്ള സാധ്യതകളാണ് തെളിയുന്നത്. യു.ഡി.എഫിനോട് ഉടക്കി പിരിഞ്ഞുകൊണ്ടുള്ള അൻവറിന്റെ വാർത്താ സമ്മേളനം അത്യന്തം വൈകാരികമായ പ്രഖ്യാപനങ്ങൾക്കുള്ള വേദിയായി. വി.ഡി. സതീശൻ നയിക്കുന്ന യു.ഡി.എഫിലേക്ക് ഇനിയില്ല, എല്ലാം അവസാനിച്ചു. നേതാക്കന്മാരാരും ഇനി വിളിക്കണ്ട. സതീഷിന് പിന്നിൽ തന്നെ തീർത്ത് കളയണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തി. ഇരു മുന്നണികളും ചേർന്ന് തന്നെ വട്ടപൂജ്യമാക്കിയെന്നും കണ്ണു നിറഞ്ഞുകൊണ്ട് പി.വി. അൻവർ പറഞ്ഞു. ന്യൂസ് പ്ലസ് ചോദിക്കുന്നു, അൻവറിനെ കരയിക്കുന്നതാര്? കെ.എസ്. ശബരിനാഥനാണ് നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. സ്വാഗതം ശബരിനാഥ്. ഇവിടെ പിണറായിസത്തിനെതിരെ പൊരുതും എന്ന് പറഞ്ഞുകൊണ്ട് മുന്നണി വിട്ട എം.എൽ.എ. സ്ഥാനം രാജിവെച്ച പി.വി. അൻവറാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇരുന്ന് കരയുന്നത്. യു.ഡി.എഫിന്റെ ചരിത്രത്തിൽ തന്നെ ഈ വിധത്തിൽ ഒരു മുന്നണിയോ ഒരു കക്ഷിയോ നേതാവോ ഇങ്ങനെ രാഷ്ട്രീയ അഭയം ചോദിച്ചു വന്നിട്ട് ഈ വിധം കൊട്ടിയടയ്ക്കപ്പെട്ട ഒരു ചരിത്രം ഇല്ല എന്ന് തോന്നുന്നു. എന്താണ് ഇവിടെ പി.വി. അൻവറിന് മുന്നിൽ തടസ്സമായി നിൽക്കുന്നത്? പി.വി. അൻവറിനെ എടുക്കുന്നതിൽ യു.ഡി.എഫിന് മുന്നിൽ എന്തൊക്കെയാണ് തടസ്സങ്ങൾ എന്നാണ് പൊതുവെ വിലയിരുത്താനാവുക? ആദ്യമായി തന്നെ യു.ഡി.എഫ് വളരെ ശക്തമായിട്ടുള്ളൊരു സംവിധാനമായിട്ടാണ് കഴിഞ്ഞ കാലങ്ങൾ മുന്നോട്ട് പോകുന്നത്. വളരെ ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലത്തിൽ വളരെ ശക്തമായി ഇന്റർനാഷണൽ കോൺഗ്രസും ഇന്ത്യൻ മുസ്ലിം ലീഗ് അടക്കമുള്ള കേരള കോൺഗ്രസ് ജോസഫ് അടക്കമുള്ള CMB അടക്കമുള്ള ചെറുതും വലുതുമായിട്ടുള്ള പാർട്ടികൾ സുശക്തമായ ഒരു മനസ്സോടുകൂടി തന്നെ യു.ഡി.എഫ് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതാണ്. നിങ്ങൾ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള 4 ബൈ ഇലക്ഷനുകൾ നോക്കുകയാണെങ്കിൽ പുതുപ്പള്ളി ആകട്ടെ, തൃക്കാക്കര ആകട്ടെ, പാലക്കാടാകട്ടെ, എന്തിന് ചെറിയ വോട്ടർ തോറ്റ ചേലക്കര ആകട്ടെ, ഇവിടെയെല്ലാം ഒരു വെൽ ഓയിൽഡ് മെഷീനറി ആയിട്ട് യു.ഡി.എഫിന് പോകാൻ കഴിഞ്ഞു. മുമ്പെങ്കിൽ കാണാത്ത രീതിയിൽ സംഘടനാ സംവിധാനം ഒരുമിച്ച് ശക്തമായിട്ട് ചെറിയ പാർട്ടികൾ പോലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു രീതിയിൽ വളരെ സുതാര്യമായി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ പി.വി. അൻവർ എന്ന് പറഞ്ഞ ഇടതുപക്ഷ എം.എൽ.എ, 2 തവണ ഇടതുപക്ഷ LDFിൻ്റെ ഭാഗമായി മത്സരിച്ച ഒരു എം.എൽ.എ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും മുഖവിലയ്ക്ക് യു.ഡി.എഫും ഇവിടുത്തെ ജനങ്ങളും എടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ, പിണറായി വിജയനെതിരെ, പിണറായിസം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സർക്കാർ ചെയ്തിട്ടുള്ള തെറ്റുകൾ, പ്രത്യേകിച്ച് മലബാർ മേഖലകളിൽ മറ്റൊരിടത്തും കാണാത്ത രീതിയിൽ യു.പിയിൽ കാണുന്ന പോലെ തന്നെ മതപരമായി വർഗീയമായി ആളുകൾ ചെയ്തിട്ടുണ്ടാക്കി ആളുകൾ അനാവശ്യ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾക്കെതിരെ അദ്ദേഹം ശബ്ദിച്ചപ്പോൾ ഇവിടെ BJPയും CPMും തമ്മിലുള്ള ഒരു അദൃശ്യ ബാന്ധവത്തെക്കുറിച്ച് തെളിവുകൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ അതിനെ എല്ലാവരും സ്വീകരിച്ചു, പൊതുസമൂഹം സ്വീകരിച്ചു. ഇടതുപക്ഷത്തിന് പിന്നോട്ട് പോകേണ്ടി വന്നു. കോൺഗ്രസും യു.ഡി.എഫും ആ നിലപാടിനൊപ്പം നിന്നു. പക്ഷേ അത് കഴിഞ്ഞ് പ്രത്യേകിച്ച് യു.ഡി.എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു മുന്നണി സംവിധാനത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഏത് പാർട്ടിയാണെങ്കിലും ചെറുതും വലുതുമാണെങ്കിലും ആ പാർട്ടിക്ക് ഒരു അസ്തിത്വമുണ്ട്. പക്ഷേ അസ്തിത്വം എന്ന് പറയുന്നത് ആ മുന്നണിയിലുള്ള മറ്റു പാർട്ടികൾക്കെതിരെ പറയുവാനും എന്തു പറയുവാനുമുള്ള ഒരു ലൈസൻസ് ആയിട്ട് ഒരിക്കലും യു.ഡി.എഫ് കാണുന്നില്ല. ഒരു പരസ്പര ബന്ധത്തിൽ മ്യൂച്വൽ റെസ്പെക്റ്റിലാണ് യു.ഡി.എഫ് മുന്നോട്ട് പോകുന്നത്. ആ മ്യൂച്വൽ റെസ്പെക്റ്റിനുള്ള എല്ലാ സംവിധാനങ്ങളും ശ്രീ അൻവർ എം.എൽ.എ. സ്ഥാനം രാജിവെച്ച സമയം മുതൽക്ക് ഇപ്പോഴും യു.ഡി.എഫ് അദ്ദേഹത്തെ ഒരു നീതികേടും കാണിച്ചിട്ടില്ല. വളരെ സുതാര്യമായിട്ടുള്ള പരസ്പര ബഹുമാനത്തോടെയാണ് പോകുന്നത്. പക്ഷേ ആ ഒരു വഴിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം തന്നെ അദ്ദേഹത്തെ കോൺട്രഡിക്റ്റ് ചെയ്തുകൊണ്ട് രാവിലെയും വൈകുന്നേരം പത്രസമ്മേളനങ്ങളിൽ കാര്യങ്ങൾ മാറ്റി പറയുമ്പോൾ അത് ജനങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാൻഡ് നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. രാവിലെ താൻ മത്സരിക്കുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞ പോലെ വൈകാരികമായി പറഞ്ഞ വ്യക്തിയും ഇപ്പോൾ താൻ മത്സരിക്കുന്നു പറയുന്നു. അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ തീരുമാനമാണ്. പക്ഷേ ഒരു വ്യക്തത വരുത്താതെ, ഞാൻ പറഞ്ഞില്ലേ, ഒരു സുതാര്യമായി പോകുന്നൊരു മുന്നണിയിൽ പരസ്പര ബഹുമാനത്തിൽ പാരസ്പര്യത്തിൽ പോകുന്നൊരു മുന്നണിയെ അത്തരത്തിൽ വിലക്കെടുത്തുകൊണ്ട് അല്ലെങ്കിൽ പേടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരാവശ്യം മറ്റൊരു പാർട്ടിക്കുമില്ല. യു.ഡി.എഫ് ശക്തമാണ്. അൻവർ പറഞ്ഞ വിഷയങ്ങൾ നമ്മൾ സീരിയസ് ആയിട്ട് കാണുന്നു. അത് പറഞ്ഞുകൊണ്ട് തന്നെ രാഷ്ട്രീയ പോരാട്ടത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയും. യു.ഡി.എഫിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആര്യടൻ ഷൗക്കത്തിന് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. അൻവർ പറയുന്ന രാഷ്ട്രീയം, അൻവർ എന്തിനാണോ ഇടതുപക്ഷം വിട്ടുപോയത്, എന്തിനാണോ LDF വിട്ടുപോയത്, അത് വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും യു.ഡി.എഫിനോടൊപ്പം പോകേണ്ട ഒരു ആവശ്യം ഇന്നത്തെ സാഹചര്യമുണ്ട്. ജനങ്ങളുടെ മനസ്സിലാക്കുന്നുണ്ട്. അൻവർ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് വളരെ അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധിക്കുറവാണെന്ന് എനിക്ക് പറയുവാനുള്ളതിനകത്ത്. ശ്രീ ശബരിനാഥൻ, അദ്ദേഹം പറഞ്ഞത് ആര്യാടൻ ഷൗക്കത്തിനെ തള്ളിപ്പറയുന്നതിന് അദ്ദേഹം പറയുന്ന ഒരു ന്യായീകരണമുണ്ട്. യു.ഡി.എഫിന്റെ ഭാഗമായിട്ടില്ലാത്ത പി.വി. അൻവറാണ് അത് പറയുന്നത്. ആ പറയുന്ന വാദത്തെ കെ സുധാകരനെ പോലുള്ളവർ, കോൺഗ്രസിലെ കെ സുധാകരനെ പോലെ മുൻ KPCC അധ്യക്ഷനായിട്ടുള്ള മുതിർന്ന നേതാവ് പോലും അനുകൂലിക്കുന്നത് നമ്മൾ കണ്ടതാണ്.
ഇല്ല, അതൊരു വ്യാഖ്യാനത്തിൻ്റെ പ്രശ്നമാണ് ലക്ഷ്മി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് UDFിൻ്റെ സ്ഥാനാർത്ഥിയായി AICC കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ചിഹ്നം നൽകി ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ അതാണ് മുന്നണിയുടെ സ്ഥാനാർത്ഥി. അതിനെതിരെ പറയുവാൻ പാർട്ടിക്കകത്തും വെളിയിലും യാതൊരു ആവശ്യവുമില്ല. വെളിയിൽ നിന്നൊരാളത് പറയുന്നത് കേൾക്കേണ്ട ആവശ്യവും മുന്നണിക്കില്ല. പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് അൻവർ പറഞ്ഞ ഒരു രാഷ്ട്രീയം, അൻവറിനെ വഴിയാധാരമാക്കി രാജിവെക്കാൻ പറഞ്ഞത് UDF അല്ല, കോൺഗ്രസ് അല്ല. അദ്ദേഹത്തെ ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനമായിരുന്നു കോൺഗ്രസിനും ഉണ്ടായിരുന്നത്, UDFിനും ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്ന് കൊടുക്കാതെ ദിവസവും രാവിലെയും ഇപ്പോൾ ഈ മഴയും കാറ്റുമുള്ള സമയമാണ്, അതനുസരിച്ച് മഴയും കാറ്റും പെയ്യുന്ന പോലെ തീരുമാനങ്ങൾ മാറ്റുന്നാൽ അത് നമുക്ക് സഹകരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കോൺഗ്രസ് ഏറ്റവും സൗമ്യമായിട്ടുള്ള, ഞാൻ വീണ്ടും പറയുന്നു, മ്യൂച്വൽ റെസ്പെക്റ്റ് ഉള്ള ഒരു തീരുമാനം, ഒരു നിലപാടാണ് ശ്രീ അൻവർ എടുത്തിട്ടുള്ളത്. പക്ഷേ അൻവർ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിമോശമായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത്. ഇവിടെ പറയേണ്ട രാഷ്ട്രീയമുണ്ട്. ഞാൻ അൻവറിന് അവിടെ ശക്തിയുണ്ടെന്നും അൻവർ കൂടി കൂടിയാൽ UDFിന് ജയം എളുപ്പമാകും എന്ന് ഇന്നും കെ സുധാകരൻ പറയുന്നത് കേട്ടു. അതേ അഭിപ്രായമുള്ള വേറെയും കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. ലീഗ് അടക്കമുള്ള കക്ഷികൾക്ക് സാധാരണഗതിയിൽ ഒരു മുന്നണിയിലേക്ക് ഒരു പാർട്ടി വരുമ്പോൾ അതിൽ രണ്ടാം കക്ഷിയായി നിൽക്കുന്നവർക്ക് ആയിരിക്കുമല്ലോ അതൃപ്തി ഉണ്ടാവുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ലീഗ് അടക്കമുള്ള കക്ഷികൾ അൻവറിനോട് സംസാരിക്കാൻ മുന്നിട്ടിറങ്ങിയവരാണ്. അപ്പോഴും അൻവറിൻ്റെ ആ ഒരു ആവശ്യം, അസോസിയേറ്റഡ് കക്ഷി എന്ന് പറയുന്ന ആവശ്യം പോലും അംഗീകരിക്കപ്പെടുന്നില്ല എന്നത് വേണ്ടേ മനസ്സിലാക്കാൻ. കോൺഗ്രസിനകത്ത് അൻവർ വരുന്നതിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന നേതാക്കന്മാർ ഉള്ളതുകൊണ്ടല്ലേ അത് സാധ്യമാകാത്തത്. അതുകൊണ്ടല്ലേ അൻവർ അവിടെ പിണറായി സത്തിനെതിരെ സംസാരിക്കും എന്ന് പറഞ്ഞ് ഉയർത്തിവിട്ട വിഷയങ്ങൾ ചർച്ചയാക്കുവാൻ കോൺഗ്രസിന് ഇനി എത്രമാത്രം കഴിയും അൻവറിനെ ഈ രീതിയിൽ മാറ്റി നിർത്തുമ്പോൾ? ഇല്ല, അൻവറിൻ്റെ വിഷയം പറയുമ്പോൾ കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളും, ഈ പറഞ്ഞ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാക്കൾ മുതൽ ഡൽഹിയിലുള്ള നേതാക്കൾ വരെ ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്, ഒരു തീരുമാനമാണ്. അത് ഒരു വ്യക്തിയുടെ മാത്രം, അല്ലെങ്കിൽ ചില വ്യക്തികളുടെ മാത്രം തീരുമാനമാണെന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമില്ല. കോൺഗ്രസിൻ്റെ സംവിധാനത്തിൽ ഒരുമിച്ച് കോഴിക്കോട് നിന്ന് ചർച്ച ചെയ്തു, കൊച്ചിയിൽ നിന്ന് ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിന് നമ്മൾ അൻവർ വേണ്ട ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ തീരുമാനത്തിൽ അൻവർ സുതാര്യമായ വഴിയിലേക്ക് തീരുമാനങ്ങൾ എടുത്ത് വരട്ടെ. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അതുകൊണ്ട് കഴിയുന്നില്ല. ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. അദ്ദേഹം രാവിലെ പറയുന്നു അദ്ദേഹം മത്സരിക്കുന്നില്ല, വൈകാരികമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നു. അദ്ദേഹത്തിന് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്, പാർട്ടിയുടെ തീരുമാനമാണ്. പക്ഷെ അത് പറയുന്ന ആൾ തന്നെ വൈകിട്ട് ചിലപ്പോൾ മത്സരിക്കുമെന്ന് പറയും. ഇതിന് നാളെ എന്ത് പറയുന്നുള്ളത് ആൾക്കറിയാം. അപ്പോൾ ഒരു സ്ഥലത്തെത്തട്ടെ, ഒരു ശക്തമായ തീരുമാനം, ഒരൊറ്റ തീരുമാനം അദ്ദേഹം എടുക്കട്ടെ. അദ്ദേഹത്തിന് അത് കഴിയാത്തത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് തന്നെ പ്രശ്നമാണ്. അതിന് കോൺഗ്രസിനെ പഴിചാരിയിട്ടോ UDFിനെ പഴിചാരിയിട്ടോ കാര്യമില്ല. അൻവർ പറയുന്ന വിഷയങ്ങൾ, കോൺഗ്രസ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള വിഷയം അൻവറിൻ്റെ സ്റ്റൈലിൽ കൂടുതൽ ശക്തമായി പറഞ്ഞപ്പോൾ അത് ജനങ്ങൾ ഏറ്റെടുത്തു. ആ വിഷയങ്ങൾ ഇനിയും മാറ്റിവെച്ച് നോക്കുവാനുള്ള ഒരു വേദിയാണ് ഈ ഇലക്ഷൻ. ഈ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ 10 വർഷത്തെ തെറ്റുകൾക്കെതിരെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ കാത്തിരിക്കുമ്പോൾ അതിനു വേണ്ടിയാണ് ജനങ്ങൾ നിൽക്കുന്നത്. അതിനെതിരെയുള്ള വോട്ടുകൾ UDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കും. അത് ആര് വന്നാലും വന്നില്ലെങ്കിലും UDFിന് ആ ഒരു വോട്ട് ലഭിക്കും എന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. പക്ഷെ നമ്മളായിട്ട് ആരുടെയും മുന്നിൽ ഒരു വാർഡിലും കുട്ടിയടച്ചിട്ടില്ല. അത് വാതിൽക്കൽ വന്നു നിന്ന് എന്താ തീരുമാനമെന്ന് പറയാതെ എല്ലാ ദിവസവും തീരുമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്നത് നിർഭാഗ്യകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. പക്ഷേ ഒന്നിച്ച് ഒരു തീരുമാനം, എന്തായാലും 2 ദിവസം കൂടെ നോമിനേഷനുള്ളൂ. ആ നോമിനേഷൻ കൊടുക്കണമെന്ന് തീരുമാനം അദ്ദേഹം എടുക്കേണ്ടതാണ്. നമ്മൾ ആരും അദ്ദേഹത്തിന് കുറ്റപ്പെടുത്തുന്നില്ല. സാധാരണ നിങ്ങൾ മനസ്സിലാക്കണം, എത്രയോ നേതാക്കൾ വന്ന് ഒരാളെ കുറ്റം പറയും. ഇതാരും കുറ്റം പറഞ്ഞിട്ടില്ല. ഒരേ നിലപാടാണ്, ഒരേ ലൈനിലാണ് പാർട്ടി സംസാരിക്കുന്നത്, അതേ ലൈനിലാണ് UDF സംസാരിക്കുന്നത്. അതുകൊണ്ട് അൻവറിൻ്റെ കയറ്റിറക്കങ്ങളുടെ കാരണക്കാരൻ PV അൻവറാണ്. അത് കോൺഗ്രസ് അല്ല, UDF അല്ല. അദ്ദേഹത്തെ ഒരു മത്സരത്തിലേക്ക് തള്ളി വിടാതിരിക്കുവാനുള്ള ബാധ്യത പക്ഷേ UDFിനില്ലേ ആ മണ്ഡലത്തിൽ? ഇവിടെ ഇലക്ഷനിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയം രാഷ്ട്രീയമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. ഇതൊരു ചെറിയ ഇലക്ഷനാണ്. ഇനി ഒരു 19-ാം തീയതി വരെ ആണ് നമുക്ക്, 19-നാണ് പോളിംഗ് എന്ന് വെച്ചാൽ 16-17 ദിവസമാണ് ആക്റ്റീവായിട്ട് ഇവിടെ ഇലക്ഷൻ ചർച്ച നടത്താൻ പറ്റുന്നത്. അതിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യണം. നമ്മളുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് രാഷ്ട്രീയം ചർച്ച ചെയ്യണം എന്നുള്ളതാണ്. അതിന് പൂർണ്ണ സജ്ജരാണ് നമ്മൾ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ഇന്ന് രാവിലെ നിലമ്പൂർ വന്നപ്പോൾ അതിനു മുമ്പ് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ഒന്നാമത്തെ സ്ക്വാഡിൽ
നിലമ്പൂരുള്ള എല്ലാ വീടുകളിലും കയറി എല്ലാ ബൂത്തുകളിലും കയറിയിട്ടുണ്ട്. അത്രയും സുസജ്ജമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ സംഘടന ശക്തമാണ്. അതിൻ്റെ ബലത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ ബലത്തിൽ, സംഘടനാ ബലത്തിൽ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിൽ ജനങ്ങളുടെ കോൺഗ്രസിനുള്ള താല്പര്യത്തിൽ, UDFിൻ്റെ താല്പര്യത്തിൽ മികച്ച വിജയം UDF വിജയിക്കും. അത് UDFിന് പറയാനുള്ളത് UDFിൻ്റെ കാര്യമാണ്, അൻവറിനും തൃണമൂലിനും പറയാനുള്ളത് അവരുടെ കാര്യമാണ്. പക്ഷേ ഇറസ്പെക്റ്റീവ് ഓഫ് ആര് മത്സരിക്കുന്നു ആര് മത്സരിക്കുന്നില്ല, ഈ ഇലക്ഷൻ കോൺഗ്രസിൻ്റെയും UDFും പറഞ്ഞ രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ടുള്ള ഇലക്ഷൻ ആയിരിക്കും. നല്ല ഭൂരിപക്ഷത്തിൽ 2 തവണ കൈവിട്ടു പോയ നിലമ്പൂർ മണ്ഡലം ആര്യടം ഷൗക്കത്തിലൂടെ തിരികെ കോൺഗ്രസിൻ്റെ തറവാട്ടിലേക്ക് വരും. എം സ്വരാജിനെ പോലെ അതിശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ ഇടതുപക്ഷം അവിടെ ഇറക്കിയിരിക്കുന്നു. ഒപ്പം ഇതാ അൻവർ മത്സരിക്കും എന്ന് പറയുന്ന സൂചനകളുമായി ഉണ്ട്. ആ കാര്യത്തിൽ ഇനിയും തീരുമാനമാകാനുണ്ട്. എങ്കിൽ പോലും അത്തരം സൂചനകളാണ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്നത്. UDF പ്രതീക്ഷിക്കുന്നുണ്ടോ ഒരു ഈസി വാക്ക് ഓവർ അവിടെ? ഇല്ല, എല്ലാ ഇലക്ഷനും പൊളിറ്റിക്കൽ ഇലക്ഷൻസാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെയാണ് മത്സരിപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പരിപ്രേക്ഷയുണ്ട്. സ്വരാജ്, ഞാൻ പറഞ്ഞില്ല, ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിലാണ്, പാർട്ടിയിലെ പ്രധാനപ്പെട്ട കമ്മിറ്റിയിലെ ആളാണ്, മുൻ MLA ആയിരുന്നു, DYF നേതാവാണ്, അതൊക്കെ സംബന്ധിച്ചു, അദ്ദേഹം ആ നാട്ടുകാരനാണ്, അതൊക്കെയുണ്ട്. അപ്പം എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഇടതുപക്ഷം ഉണ്ടാക്കിക്കഴിഞ്ഞൊരു പരിപ്രേക്ഷ, സ്വരാജ് വന്നു കാര്യങ്ങൾ നന്നാവെന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ വരികൾക്കിടയിൽ പറയുന്നത് കഴിഞ്ഞ 3-4 ബൈ ഇലക്ഷനിലും നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ മോശക്കാരായിരുന്നാണോ? ഞാൻ ചോദിക്കട്ടെ, പുതുപ്പള്ളിയിൽ മത്സരിച്ച എൻ്റെ സുഹൃത്ത് സഹപ്രവർത്തകൻ ശ്രീ ജേക്ക് സി തോമസ് SFIയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു, DYFയുടെ ദേശീയ കമ്മിറ്റി അംഗമാണ്, ഈ പറഞ്ഞ പുതുപ്പള്ളി മണ്ഡലത്തിലെ മണർകാട് പഞ്ചായത്തിലെ വോട്ടറാണ്. എനിക്ക് ശ്രീ സ്വരാജ് ഇവിടുത്തെ വോട്ടറാണോ തൃപ്പൂണിത്തുറ വോട്ടറാണോ എന്ന് എനിക്കറിയില്ല, ക്ലാരിഫൈ ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്നത് ചാണ്ടി ഉമ്മനെതിരെ മത്സരിച്ച ജേക്ക് സി തോമസ് മോശപ്പെട്ട സ്ഥാനാർത്ഥിയായിരുന്നാണോ? ഓരോ ഇലക്ഷനും ഓരോ ഫാക്ടറുണ്ട്, ഓരോ ഇലക്ഷനും ഓരോ രുചിക്കൂട്ടുകളുണ്ട്. അപ്പോൾ അതിന് ഓരോ പാർട്ടികളോട് മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തും. ഇടതുപക്ഷം പുതുപ്പള്ളിയിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിട്ടുള്ള അവർക്ക് കിട്ടി ജേക്സി തോമസിനെ മത്സരിപ്പിച്ചു. പക്ഷേ രാഷ്ട്രീയ പോരാട്ടത്തിൽ 35,000 വോട്ട് ശ്രീ ചാണ്ടി ഉമ്മൻ വിജയിച്ചു. അതുപോലെ തന്നെ പാലക്കാട് അവർക്ക് സ്ഥാനാർത്ഥി ഇല്ലായിരുന്നപ്പോൾ കിട്ടിയ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു. അദ്ദേഹം ഇതുവരെ കാണാത്ത ഭൂരിപക്ഷത്തിൽ പാലക്കാട് തോറ്റു. അത് കഴിഞ്ഞ് നിങ്ങൾ തൃക്കാക്കര പോവുകയാണെങ്കിൽ ഡോക്ടർ ജോ ജോസഫ്, അവർ എറണാകുളത്തിൻ്റെ ഒരു പൊതു മണ്ഡലത്തിൽ, തൃക്കാക്കര പോലത്തെ ഒരു അർബൻ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ പറ്റുന്ന അവർക്കുള്ളൊരു സ്വതന്ത്ര പരിവേഷമുള്ള നല്ല സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷേ ജനങ്ങൾ മറ്റ് സ്ഥാനാർത്ഥികളാരും മോശമെന്നല്ല മാധ്യമങ്ങളും പറഞ്ഞു വയ്ക്കുന്നത്. നിലമ്പൂർ പോലെ ഒരു മണ്ഡലത്തിന്റെ ചരിത്രം എടുക്കുമ്പോൾ അവിടെ സ്വതന്ത്ര പരീക്ഷണങ്ങളാണ് അടുത്തിടെയായി CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതല്ല, പാർട്ടി ചിഹ്നത്തിൽ ഒരു പാർട്ടി മുഖമുള്ള സ്ഥാനാർത്ഥി തന്നെ, അതും സ്വരാജിനെ പോലെ ഒരു സ്ഥാനാർത്ഥി എത്തുമ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതെ, അപ്പം CPMും ഇടതുപക്ഷം അവരുടെ വർക്ക് നന്നായിട്ട് ചെയ്യട്ടെ, സ്വരാജ് എന്ന കാൻഡിഡേറ്റ് നന്നായിട്ട് പെർഫോം ചെയ്യട്ടെ. കോൺഗ്രസിനും UDFിനും പറയാനുള്ളത് കോൺഗ്രസിൻ്റെ കാര്യങ്ങളാണ്, UDFിൻ്റെ കാര്യങ്ങളാണ്. ശ്രീ ആര്യടൻ ഷൗക്കത്ത് എല്ലാ തലത്തിലും, ഭൗതികമായിട്ടുള്ള തലത്തിൽ, തറയിൽ അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത് അവിടെ കവളപ്പാറ അടക്കമുള്ള അവിടെ വന്യജീവി വിഷയങ്ങൾ നടന്നപ്പോൾ അടക്കം വളരെ ആക്റ്റീവായി നിൽക്കുന്ന, ആ പ്രദേശത്ത് മുനിസിപ്പൽ ചെയർമാനായിരുന്ന, ആ പ്രദേശത്തെ ഓരോ വീടുകളും ഓരോ ഹൃദയത്തുടുപ്പുകളും അറിയാവുന്ന, എന്നും രാവിലെ മുതൽക്ക് നിലമ്പൂർ ടൗണിൽ തുറന്നിട്ടിരിക്കുന്ന വാതിലുകളുള്ള ഒരു വീട്ടിലെ ഒരു അംഗമാണ്. എത്രയോ കാലമായിട്ടുള്ള രാഷ്ട്രീയ പാരമ്പര്യവും രാഷ്ട്രീയ പ്രവർത്തനമുള്ളൊരു അംഗമാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഭൗതികമായിട്ടും സാംസ്കാരികമായിട്ടും രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും വലിയ ഇടപെടലുകൾ നടക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ശ്രീ ആര്യടൻ ഷൗക്കത്ത് ഒരുപക്ഷെ അതിനേക്കാൾ മികച്ചു നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണെന്നുള്ള ഒരു വാദം എനിക്കുണ്ട്. അതേപോലെ തന്നെ UDF സംവിധാനം, മുസ്ലിം ലീഗ് സംവിധാനവും കോൺഗ്രസ് സംവിധാനവും മികച്ച രീതിയിൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പ്, ഒരു ഏകദേശം 1-2 മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ വർക്കാണ്. മുസ്ലിം ലീഗ് പോലും അവരുടെ ഓരോ പഞ്ചായത്തുകളിൽ MLAമാരടക്കം, പാർട്ടിയുടെ മുതിർന്ന ആൾക്കാരടക്കമുള്ള ഡെപ്യൂട്ടി ചെയ്തുള്ള സംഘടനാ സംവിധാനം നടത്തുന്നു. കോൺഗ്രസിൻ്റെ MLAമാരും KPC ഭാരവാഹികളടക്കം അവിടെ പഞ്ചായത്തുകളിൽ, വാർഡുകളിൽ, മേഖലകളിൽ ചാർജ് എടുക്കുന്നു. ഈ സംഘടനാ സംവിധാനത്തിലും അതോടൊപ്പം കാൻഡിഡേറ്റിൻ്റെ മെറിറ്റിലും ഇടതുപക്ഷത്തിനെതിരെയുള്ള, പ്രത്യേകിച്ച് അൻവറൊക്കെ ഉൾപ്പെടെ ഉന്നയിച്ച വിഷയങ്ങൾക്കെതിരെയുള്ള ഒരു വോട്ടാണ് വരാൻ പോകുന്നത്. സ്വരാജ് അവരുടെ കാൻഡിഡേറ്റാണ്, അവരുടെ കാര്യത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല. സ്വരാജിലൂടെ വിജയം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ LDF പോകുന്നു. പക്ഷേ ആര്യടൻ ഷൗക്കത്തിലൂടെ മഹാവിജയം നമുക്ക് ലഭിക്കുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസം നമുക്കുണ്ട്. ഒരു കാൻഡിഡേറ്റിനെ ഡിസ്കൗണ്ട് ചെയ്യുന്നില്ല, ഒരു കാൻഡിഡേറ്റിനെയും വലിയ ആളുമായി കാണുന്നില്ല. രാഷ്ട്രീയ പോരാട്ടമാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ വടകര മണ്ഡലം ഇലക്ഷൻ ആകുമ്പോൾ വിജയിക്കും തോൽക്കും അതൊക്കെ എൻ്റെ ഭാഗമാണ്. ഞാനും വിജയിച്ചിട്ടുണ്ട് തവണ, ഒരു തവണ ഞാൻ തോറ്റു. ഇതൊക്കെ പല ഫാക്ടേഴ്സാണ്. ഇപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ വടകര പാർലമെൻറ്റ് അസംബ്ലിയിൽ ഷാഫി പറമ്പിൽ മത്സരിച്ചപ്പോൾ അവിടെ മത്സരിച്ചത് ശ്രീമതി ശൈലജ ടീച്ചറാണ്. ഒരുപക്ഷെ ഇടതുപക്ഷത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു ശൈലജ ടീച്ചർ. ആ
വടകര കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉണ്ടായിരുന്ന കൂത്തുപറമ്പ് മണ്ഡലത്തിൻ്റെ MLA ആയിരുന്നു. കേരളം കണ്ട ഏറ്റവും നല്ല ആരോഗ്യമന്ത്രിയാണെന്ന് ഇടതുപക്ഷവും മാധ്യമവും പറഞ്ഞിരുന്ന ആളാണ്. പൊതുസമ്മതയാണ്, പബ്ലിക്കലി രാഷ്ട്രീയ ഭേദം അന്യ ആളുകൾക്ക് ഇഷ്ടമുള്ള വ്യക്തിത്വമാണ്. പക്ഷെ അതേ ശൈലജ ടീച്ചറിനെ 1 ലക്ഷത്തോളം വോട്ടിൽ മഹാഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ പരാജയപ്പെടുത്തിയില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ രാഷ്ട്രീയമാണ്, പൊളിറ്റിക്സാണ്. വ്യക്തികൾക്ക് വോട്ടുണ്ട്, പക്ഷേ ആത്യന്തികമായി നമ്മൾ പറയുന്ന രാഷ്ട്രീയത്തിന്, പ്രത്യേകിച്ച് പിണറായി സർക്കാരിൻ്റെ പിണറായിസത്തിൻ്റെ 9ാം വർഷത്തിൽ ആ വിരുദ്ധതയ്ക്ക് ഒരു മുഖമായി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് നിൽക്കുന്നു. നമ്മൾ പറയുന്ന രാഷ്ട്രീയത്തിൽ സംഘടനാ ബലത്തിൽ UDFൻ്റെ ഒറ്റൊരുമിച്ചുള്ള പോക്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കും. എന്തായാലും മാധ്യമങ്ങൾക്കേതായാലും ഇവിടെ ചോദിച്ചത് ഇതാണ്, ഈ പിണറായിസത്തിനെതിരെ പൊരുതും എന്ന് പറഞ്ഞ PV അൻവറിനെ എന്തുകൊണ്ട് ചേർത്ത് പിടിക്കാൻ ആയില്ല UDFന് എന്നുള്ളത്, അതൊരു തന്ത്രപരമായ പാളിച്ചയല്ലേ എന്നുള്ളതാണ് ചോദിച്ചത്. പ്രത്യേകിച്ചും ഇന്ന് അദ്ദേഹം പറയുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും കൂടി ചേർന്ന് എന്നെ വട്ടപൂജ്യമാക്കി എന്ന് പറഞ്ഞാണ് കണ്ണു നിറഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നത്. വൈകിട്ടായപ്പോൾ പറയുന്നു ആളുകൾ ഇതാ എന്നെ സഹായിക്കാൻ വരുന്നു എന്നൊക്കെ. അപ്പോൾ അത്തരത്തിൽ ഒരു സഹതാപ തരംഗം കൂടി അദ്ദേഹത്തിന് മണ്ഡലത്തിൽ അഴിച്ചുവിടാനായിട്ടുണ്ടോ എന്നതുകൂടി സംശയിക്കേണ്ടതല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഇനിയൊരു കമ്മ്യൂണിക്കേഷൻ്റെ അവസാനം എത്തിയിട്ടില്ല. ചിലപ്പോൾ ഇനി ഞാനത് പറയാൻ ഉചിതമായിട്ടൊരാളുമല്ല, ചിലപ്പോൾ മറ്റു തീരുമാനങ്ങളിലേക്ക് പാർട്ടി പോകും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, ശ്രീ PV അൻവർ എന്ന വ്യക്തിയുടെ, എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഉയർച്ചയുടെയും താഴ്ചയുടെയും കാരണക്കാരൻ ശ്രീ PV അൻവർ തന്നെയാണ്. അദ്ദേഹം എന്ത് ബ്രാൻഡ് ഓഫ് പൊളിറ്റിക്സ് പറഞ്ഞാണോ രാഷ്ട്രീയത്തിൽ വന്ന് ഒരു വിമതസ്വരമായി നിന്നത്, അത് അദ്ദേഹത്തിന് ഗുണം ചെയ്തു. പക്ഷേ ഇപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കൊണ്ട് അദ്ദേഹത്തെ പിന്നോട്ടടിക്കുകയാണ്. അദ്ദേഹം അങ്ങനെ വന്ന് മത്സരിക്കുകയാണെങ്കിലും വലിയ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് PV അൻവറിൻ്റെ തീരുമാനം, ഈ ഓണസ് ഇസ് ഓൺ PV അൻവർ. തീരുമാനം എടുക്കേണ്ടത് PV അൻവറാണ്. അൻവർ ഒരു ഫാക്ടർ ആകില്ല എന്നാണോ പറയുന്നത്? അൻവർ ഒരു ഫാക്ടർ ആകില്ല എന്നാണോ ശബരിനാഥൻ പറയുന്നത്? ഞാൻ പറയുന്നത്, ഈ മഹേഷിൻ്റെ പ്രതികാരം സിനിമയ്ക്കകത്ത് ഒരു ഡയലോഗുണ്ട്, മെമ്പർ താഹിർ പറയത്തത് നീ ഒരിടത്ത് നിൽക്കണം എന്നുള്ളത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും അതേ തീരുമാനങ്ങളെല്ലാം എടുക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹം സമചിത്തതയോടെ തീരുമാനങ്ങൾ എടുത്താൽ ഒരുപക്ഷെ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. UDF വളരെ സുതാര്യമായി, ഞാൻ പറഞ്ഞല്ലോ, അത് എത്ര ആളുകളുള്ള പാർട്ടിയാണോ അതെന്താണെന്നല്ല, വളരെ സുതാര്യമായി പരസ്പര ബഹുമാനത്തോടെ സെൽഫ് റെസ്പെക്റ്റോടെ തന്നെയാണ് അദ്ദേഹമായിട്ട് പെരുമാറിയിട്ടുള്ളത്. അദ്ദേഹത്തിനെ ഒരു തരത്തിലും ഡിസ്റെസ്പെക്റ്റ് UDF ചെയ്തിട്ടില്ല എന്നുള്ളത് അദ്ദേഹമായിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസിനും എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. പ്രശ്നങ്ങളുടെ കാരണക്കാരൻ അദ്ദേഹം തന്നെയാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന് തന്നെയാണ്. അദ്ദേഹം മറ്റൊരു കാര്യം ശബരിനാഥൻ ശ്രദ്ധിച്ചോ എന്നറിയില്ല, M സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷം M സ്വരാജോ MV ഗോവിന്ദനോ ഒന്നും തന്നെ പഴയ കടന്നൽ രാജയെ വല്ലാതെ കുത്തി പരിക്കേൽപ്പിക്കാൻ അവർ തീരുമാനിച്ചിരുന്നില്ല. അവർ അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രകോപനപരമായ, അൻവറിന് പ്രകോപനമുണ്ടാക്കുന്ന ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമെന്ന് തോന്നുന്നു ശബരിനാഥൻ. അല്ല, അത് സത്യം പറഞ്ഞാൽ CPMൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുകയാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് ശ്രീ പിണറായി വിജയനെതിരെയാണ്. ഗോവിന്ദ മാഷിനെതിരെ സംസാരിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നാളെ മുഖ്യമന്ത്രി വരുമ്പോൾ അദ്ദേഹത്തിന് പറയുമെന്നുള്ളത് കണ്ടറിയാം. പക്ഷേ ഇടതുപക്ഷക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇടതുപക്ഷ പ്രവർത്തനം ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ ശക്തമായി അൻവറിനെ അപലപിക്കണമെന്നുള്ളതാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ അസ്വസ്ഥ പ്രശ്നം ഉണ്ടാക്കിയത് അൻവർ പറഞ്ഞത് എന്താണ്, അത് ശരിയാണെന്ന് നമ്മൾ വീണ്ടും ബോധിച്ചു. അദ്ദേഹം പറഞ്ഞത് RSSൻ്റെ ഏജൻ്റാണ് മുഖ്യമന്ത്രി. MR അടക്കമുള്ള ആളുകൾക്ക് പാലം വലിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി നിന്നു എന്ന് പറഞ്ഞത് ശ്രീ അൻവറാണ്. ഇവിടെ മുസ്ലിം യുവാക്കൾക്കെതിരെ മനഃപൂർവ്വം കേസ് ചുമത്തി ആളുകൾക്ക് നാട് വിട്ട് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയത് ഈ സർക്കാരും മുഖ്യമന്ത്രിയും, അതിന് പിണറായിസം എന്ന് പേരിട്ടതും അൻവറാണ്. അങ്ങനെയുള്ള അൻവറിനെ മറുപടി കോൺഗ്രസ് ഇടതുപക്ഷ അണികൾ കൊടുത്തോളും. അവിടെയാണ് ചോദിക്കുന്നത്, ആ അൻവറിന് അതൊന്നും ഇപ്പോൾ ഈ മണ്ഡലത്തിൽ ആവർത്തിക്കാൻ പറ്റുന്നില്ല. കാരണം VD സതീഷിനെതിരെ പറഞ്ഞു തീർന്നിട്ട് വേണ്ടേ ഈ പിണറായിസത്തിനെതിരെ അദ്ദേഹത്തിന് സംസാരിക്കാൻ? അല്ല, അത് അൻവറിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം കാരണമാണ്. ഞാൻ പറയുന്നത്, ഇന്നിപ്പോൾ നാളെ LDFൻ്റെ കൺവെൻഷൻ, 2-ാം തീയതി UDFൻ്റെ കൺവെൻഷൻ കഴിയുന്നതോടുകൂടി തന്നെ ഈ ഒരു ഇലക്ഷൻ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്
പൊളിറ്റിക്കലാകും. ആ പൊളിറ്റിക്കലാകുന്നതിന് മുമ്പുള്ള ചില ദൃഷ്ടാന്തങ്ങളാണ് കാണുന്നത്. പൊളിറ്റിക്കലായി വരുമ്പോൾ, രാഷ്ട്രീയം പറയുമ്പോൾ, നിങ്ങളുടെ സ്റ്റുഡിയോയിൽ ഉൾപ്പെടെ ഞാനടക്കമുള്ള ആളുകൾ വന്ന് എന്തിനെ കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്നു, എന്തിനെ UDF പ്രതിനിധാനം ചെയ്യുന്നു, എന്തിനെതിരെ നമ്മൾ വോട്ട് ചോദിക്കുന്നു എന്നുള്ള രാഷ്ട്രീയം പറയുമ്പോൾ ജനങ്ങൾ ഇതൊക്കെ മറക്കും. വന്യജീവി ആക്രമണം കഴിഞ്ഞ 9 വർഷം കൊണ്ട് 950 ആളുകളാണ് കണക്ക് പ്രകാരം കേരളത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. നിലമ്പൂരടക്കമുള്ള മലയോര മേഖലകൾ, അങ്ങ് വയനാട് മുതൽ തിരുവനന്തപുരമുള്ള മേഖലകളിൽ എത്രയോ ആളുകൾ മരണപ്പെടുകയാണ്. അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം വേണ്ടേ? ജനങ്ങൾ ഇതാണ് ചർച്ച ചെയ്യുന്നത്. അതിനവർക്കൊരു ഉറപ്പാർക്ക് നൽകാൻ കഴിയും. അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാത്ത ആളുകൾ ആരാണ്, മാറിയുന്ന ആളുകൾ ആരാണ്, ഈ പ്രശ്നം ഉണ്ടാക്കിയ ആളുകളാണ്. അതൊക്കെ ജനങ്ങൾ നോക്കി ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് ആളുകൾ അത് തുലനം ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും മഹാഭൂരിപക്ഷത്തിൽ UDF വിജയിക്കും. അത് ഈ അൻവർ ഉണ്ടാക്കുന്ന ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ അപ്പോൾ അത് ഫാക്ടർ ആകില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ബാക്കി കാര്യങ്ങൾ അൻവർ തീരുമാനിക്കേണ്ടതാണ്. 2-ാം തീയതി കൺവെൻഷന് ശേഷം ഇത് പ്യുവർലി ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആകും. മറ്റ് കാര്യങ്ങൾ കഴിഞ്ഞ പാലക്കാട് ബൈ ഇലക്ഷന് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്താണല്ലോ. അവിടെ നമ്മൾ ഇലക്ഷൻ പൊളിറ്റിക്കലാക്കാൻ നോക്കിയപ്പോൾ പൊളിറ്റിക്കൽ അല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് CPM വന്നില്ലേ? പല ആളുകളടക്കം നീല ട്രോളി വിവാദം അടക്കമുള്ള രാഷ്ട്രീയമല്ലാത്ത വിഷയങ്ങൾ കൊണ്ടുവന്നില്ലേ? പക്ഷേ ജനങ്ങൾ വോട്ട് ചെയ്തപ്പോൾ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ പേരിൽ 8000 വോട്ടാണ് മുനിസിപ്പാലിറ്റിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ചെയ്തത്. 18000 വോട്ടിനാണ് UDF പാലക്കാട് വിജയിച്ചത്. ഷാഫി പറമ്പിൽ 3000 വോട്ടിന് ജയിച്ചു കൂടിയ മണ്ഡലത്തിൽ 18000 വോട്ടിന് വിജയിച്ചത് നമ്മളെ രാഷ്ട്രീയം പറഞ്ഞതുകൊണ്ടാണ്, വീടുകളിൽ പോയി പൊളിറ്റിക്സ് പറഞ്ഞതുകൊണ്ടാണ്. ഈ പറഞ്ഞ പെട്ടി അടക്കമുള്ള കള്ളത്തരങ്ങളും ഇവരുണ്ടാക്കിയ പ്രചരണങ്ങളൊന്നും ഏറ്റുപോയില്ല. അതുപോലെ തന്നെ കൺവെൻഷൻ കഴിയുന്നതിന് കൂടി തന്നെ അടുത്ത ഇലക്ഷൻ്റെ അവസാന 15 ദിവസം എത്തുമ്പോൾ ഈ ഇലക്ഷൻ പൊളിറ്റിക്കലാവും. പൊളിറ്റിക്കലായിട്ടുള്ള നയങ്ങൾ പറയുമ്പോൾ ആ നയങ്ങൾക്കനുസരിച്ച് ഭാവി കേരളത്തിന് വേണ്ടി, ഭാവി കേരളത്തിൽ 2026 ജനങ്ങളുടെ ഇംഗിതമനുസരിച്ചുള്ള UDF സർക്കാർ വരാനുള്ള ഒരു സെമി ഫൈനൽ എന്ന രീതിയിൽ ജനങ്ങൾ UDFന് തന്നെ വോട്ട് ചെയ്യും. മുമ്പെങ്കിലും കാണാത്ത രീതിയിലുള്ള മഹാഭൂരിപക്ഷത്തിൽ UDFന് വോട്ട് വരും. ഒരുപക്ഷെ ശ്രീ അൻവർ അടക്കമുള്ള ആളുകൾ തന്നെ UDFന് വോട്ട് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുമെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നന്ദി ശ്രീ KS ശബരിനാഥൻ. ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം സഹകരിച്ചതിന്. ഏതായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. ന്യൂസ് പ്ലസ് ഇവിടെ പൂർണ്ണമാവുകയാണ്.